ഞാൻ ഹനീഫ മലയിൽ HST കൊമേഴ്സ് അറ്റ് KPSD വായക്കാട്. ഇന്ന് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ഏറെ ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒന്നാണ് SSLC കഴിഞ്ഞാലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ +2 സയൻസ് എടുത്ത വിദ്യാർത്ഥികൾക്കുള്ള തുടർ പഠന അവസരങ്ങൾ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ കൊമേഴ്സ് എടുത്ത വിദ്യാർത്ഥികൾക്ക് ഏതെല്ലാം മേഖലകളിലേക്ക് തിരിഞ്ഞു പോകാം, അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥികളുടെ വിവിധ കരിയർ ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ VHC എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നിവയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരൊറ്റ വീഡിയോയിലൂടെ തന്നെ SSLCയുടെ തുടർ പഠന സാധ്യതകളും അതോടൊപ്പം തന്നെ +2 ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സയൻസ് എടുത്ത വിദ്യാർത്ഥികൾക്കുള്ള തുടർ പഠനം, VHCയിലൂടെയുള്ള തുടർ പഠനങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് +2 സയൻസ് എന്നുള്ളത്. അവസരങ്ങൾക്ക് അതിർവരമ്പുകളില്ലാത്ത വലിയൊരു ലോകമാണ് സയൻസ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 10ഓളം കോമ്പിനേഷനുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കോമ്പിനേഷനുകളാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി വരുന്ന കോമ്പിനേഷൻ. ഇത് പോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ 10ഓളം കോമ്പിനേഷനുകളുണ്ട്. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി വരുന്ന ഒരു കോമ്പിനേഷൻ നമുക്ക് ചുറ്റുവട്ടങ്ങളിലുള്ള സ്കൂളുകളിലൊക്കെ ലഭ്യമാണ്. മാത്രമല്ല ഇതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകാൻ പറ്റുമെന്നുള്ളതാണ്. മെഡിക്കൽ മേഖലകളില്, അതുപോലെ തന്നെ മെഡിക്കൽ മേഖലകളിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആയുർവേദം, യുനാനി, ഡെന്റൽ, സിദ്ധ, അങ്ങനെ ഒട്ടനവധി, അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് മേഖലകള്, ബിടെക്, BArc, BE തുടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് മേഖലകള്, മെഡിക്കൽ ഇൻസ്പെക്ടർ, മെഡിക്കൽ റെക്കോർഡ് കീപ്പർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള B.Pharm, D.Pharm തുടങ്ങിയ മൈക്രോ ടെക്നോളജി, നാനോ ടെക്നോളജി. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സയൻസ് കഴിഞ്ഞാലുള്ള 100ഓളം അവസരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു മേഖലയാണ് കൊമേഴ്സ്. +2 കൊമേഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്സ് പഠോ കർലോ ദുനിയ മുട്ടീമേം എന്നാണ്. നിങ്ങൾ കൊമേഴ്സിനെ പഠിക്കൂ, ലോകം നിങ്ങളുടെ വിരൽ തുമ്പിൽ ഇറക്കൂ എന്നുള്ളതാണ്. കൊമേഴ്സുകാരനെ സംബന്ധിച്ചിടത്തോളം നിരവധി ഗ്ലാമറിക്കൽ പോസ്റ്റുകളായിട്ടുള്ള CA, CMA, CA അങ്ങനെ തുടങ്ങിയിട്ടുള്ള കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ്, അക്കൗണ്ടിംഗ്, ഒരുപാട് മേഖലകൾ. അതുപോലെ ഹ്യൂമാനിറ്റീസുകാരന് തുടർന്ന് പഠിക്കാവുന്ന കോഴ്സുകളിലൊക്കെയും, അതുപോലെ തന്നെ BA കോഴ്സുകള്, LLB കോഴ്സുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കൊമേഴ്സ് മേഖലയിലെ വിവിധ കോഴ്സുകളെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ 39ഓളം യൂണിവേഴ്സിറ്റികളിൽ 12ഓളം യൂണിവേഴ്സിറ്റികളിൽ ഹ്യൂമാനിറ്റീസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഹ്യൂമാനിറ്റീസിന്റെ ആ ഒരു തുടർ പഠന മേഖലകളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒട്ടനവധി മേഖലകള് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ലോ മേഖലകള്, അതൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ VHC കോഴ്സുകൾ, ഏറെക്കുറെ 35ഓളം കോമ്പിനേഷനുകളിലുള്ള VHC കോഴ്സുകളുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ടില് നമ്മൾ തെരഞ്ഞെടുക്കുന്ന VHC കോഴ്സിന്റെ തിയറി ഭാഗവും പ്രാക്ടിക്കൽ ഭാഗവും അടങ്ങിയിട്ടുള്ളതാണ്. പിന്നീട് അവിടെ മെഡിക്കൽ മേഖലകളും ഹ്യൂമാനിറ്റീസ് മേഖലകളും അതുപോലെ തന്നെ സയൻസ് മേഖലകളിലായിട്ടുള്ള കോഴ്സുകളുമാണ് ഉള്ളത്. അപ്പൊ അതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ITI മേഖലകള്, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് പോളിടെക്നിക് എന്നിവയെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. നമുക്ക് അത്തരം ഓരോ സബ്ജക്ട് വൈസിലുള്ള പഠനത്തിലേക്ക്. ഇനി +2 സയൻസ് കഴിഞ്ഞവർക്ക് കേരളത്തിന്റെ അകത്തും പുറത്തുമായി ഒക്കെ പഠിക്കാൻ പറ്റാവുന്ന വിവിധ കോഴ്സുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ
മെഡിക്കൽ കോഴ്സുകളാണ് ആദ്യം നമ്മൾ പറയുന്നത്. അതിലേറ്റവും ഗ്ലാമറിക് പോസ്റ്റ് ആയിട്ടുള്ള MBBS എല്ലാവർക്കും അറിയാം, ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി. അതുപോലെ തന്നെ BAMS, ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി, ഒരു ആയുർവേദ ഡോക്ടർ ആവാനുള്ള. അതുപോലെ തന്നെ BDS, ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി, ഒരു ദന്ത ഡോക്ടർ ആവാനുള്ള കോഴ്സാണ്. അതുപോലെ തന്നെ BHMS, ബാച്ചിലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി, ഒരു ഹോമിയോ ഡോക്ടർ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. അതുപോലെ BVSC, ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ്, ഒരു മൃഗ ഡോക്ടർ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. ദെൻ BUMS, ബാച്ചിലർ ഓഫ് യുനാനിക് മെഡിസിൻ ആൻഡ് സർജറി, യുനാനി ഡോക്ടറൊക്കെ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. ദെൻ BNYS, ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോജിക് സയൻസ്. അതുപോലെ തന്നെ BNYS, ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതിക് ആൻഡ് യോജിക് കോഴ്സ് പറഞ്ഞു. ദെൻ BSMS, ബാച്ചിലർ ഓഫ് സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി. ഇതിനൊക്കെ നമുക്ക് ബയോളജി ഒരു വിഷയമായിട്ട് എടുത്ത് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കോമ്പിനേഷനിൽ. ദെൻ ഇതിൻ്റെ എൻട്രൻസ് എക്സാം നീറ്റ് കീം എൻട്രൻസ് എക്സാമുകളിലൂടെയാണ് ഇതിനുള്ള യോഗ്യത നേടേണ്ടത്. ദെൻ എൻജിനീയറിംഗ് കോഴ്സുകളാണ്. എൻജിനീയറിംഗ് കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ അവിടെ മാത്തമാറ്റിക്സ് ഉൾപ്പെടുന്ന കോമ്പിനേഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. അതിൽ BTech, ബാച്ചിലർ ഓഫ് എൻജിനീയറിംഗ്, പ്രധാനമായിട്ടും 4 വർഷമാണ്. അതുപോലെ തന്നെ BArch, ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ, 5 വർഷത്തെ കോഴ്സാണ് ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ. ഇനി മെഡിക്കൽ അലൈഡ് മേഖലകളായിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, അതിൽ BPharm, ബാച്ചിലർ ഓഫ് ഫാർമസി, PharmD, ഡോക്ടർ ഓഫ് ഫാർമസി. അതുപോലെ BSc MLT, 4 വർഷത്തെ കോഴ്സാണ്. BSc നഴ്സിംഗ്, 4 വർഷത്തെ കോഴ്സാണ്. ദെൻ BPT, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി. ദെൻ BSc റേഡിയോളജി, 4 വർഷത്തെ കോഴ്സാണ്. ദെൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, 4 വർഷത്തെ കോഴ്സാണ്. ദെൻ മെഡിക്കൽ മൈക്രോബയോളജി, 3 വർഷത്തെ കോഴ്സാണ്. ദെൻ മെഡിക്കൽ ബയോകെമിസ്ട്രി, അതുപോലെ BOT, ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി, 4 വർഷത്തെ കോഴ്സാണ്. ദെൻ ഒപ്താൽമിക് തിയേറ്റർ ടെക്നോളജി, 3 വർഷത്തെ കോഴ്സാണ്. ദെൻ BSc റെസ്പിറേറ്ററി തെറാപ്പി, 3 വർഷത്തെ കോഴ്സാണ്. ദെൻ BSc ഡയാലിസിസ് തെറാപ്പി, 4 വർഷത്തെ കോഴ്സാണ്. ദെൻ BSc റേഡിയോ തെറാപ്പി, 4 വർഷത്തെ കോഴ്സാണ്. ഇനി ഡിപ്ലോമ കോഴ്സുകളാണ്. DPharm, ഡിപ്ലോമ ഇൻ ഫാർമസി. DMLT, ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നീഷ്യൻ. ദെൻ DDT, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി. ദെൻ DVCT, ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലാർ ടെക്നോളജി. ദെൻ ഡിപ്ലോമ എൻഡോസ്കോപ്പി, 3 ഇയർ ആണ്. DOT, ഡിപ്ലോമ ഇൻ ഒപ്താൽമിക് ടെക്നോളജി, 2 വർഷത്തെ കോഴ്സാണ്. ദെൻ DBBT, ഡിപ്ലോമ ബ്ലഡ് ബാങ്ക് ടെക്നോളജി. ദെൻ DPT, ഡിപ്ലോമ ഇൻ ഫിസിയോതെറാപ്പി. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഡെന്റൽ മെക്കാനിക്സ്, 2 വർഷത്തെ കോഴ്സാണ്. ദെൻ ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീൻ. അതുപോലെ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, അത് 2 വർഷത്തെ കോഴ്സാണ്. ദെൻ ഡിപ്ലോമ എക്സ്റേ ടെക്നോളജി. അതുപോലെ DHLS, ഡിപ്ലോമ ഇൻ ഹിയറിംഗ് ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് തുടങ്ങിയിട്ടുള്ള മേഖലകളും. അതോടൊപ്പം തന്നെ ഡിഗ്രി തലത്തിൽ പഠിക്കാവുന്ന നിരവധി കോഴ്സുകളുണ്ട്. BCA, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. ഇൻ്റഗ്രേറ്റഡ് MSc, 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MScകൾ. ദെൻ BSc പലതരത്തിലുള്ള ഡിഗ്രി കോഴ്സുകൾ, BSc സൈക്കോളജി തുടങ്ങിയിട്ടുള്ള നിരവധി കോഴ്സുകൾ. ദെൻ
BA കോഴ്സുകളൊക്കെ BA ഇംഗ്ലീഷ്, BA മാത്തമാറ്റിക്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി കോഴ്സുകളിലേക്ക് പോകാവുന്നതാണ്. ദെൻ PSC UPSC കോഴ്സുകൾ എടുക്കാം. ദെൻ BSc പലതരത്തിലുള്ള അഗ്രികൾച്ചറൽ കോഴ്സുകളുണ്ട്. BSc അഗ്രികൾച്ചർ, BSc അഗ്രികൾച്ചറൽ എക്കണോമിക്സ് ആൻഡ് ഫാം മാനേജ്മെൻറ്റ്, BSc അഗ്രികൾച്ചറൽ ആൻഡ് മെറ്റീരിയോളജി, BSc അഗ്രികൾച്ചറൽ ആൻഡ് ബയോകെമിസ്ട്രി, BSc അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്, BSc അഗ്രോണമി, BSc എൻറ്റമോളജി, BSc ക്രോപ്പ് സൈക്കോളജി, ഡിപ്ലോമ ഇൻ സൈബർ ക്രൈം, അതുപോലെ മൈക്രോബയോളജി, BSc മൈക്രോബയോളജി, ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ മൈക്രോബയോളജി, ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ പത്തോളജി, അതുപോലെ ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ എൻജിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ പോകാവുന്നതാണ്. അതുപോലെ LLB കോഴ്സുകളിലേക്ക് LLB എൻട്രൻസ് എക്സാം എഴുതുന്നതോട് കൂടിയിട്ട് LLBയുടെ കോഴ്സുകളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലകളിലേക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ്, അയാട്ട കോഴ്സുകൾ, BTHM കോഴ്സുകൾ തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്കൊക്കെ സയൻസ് ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ച ആളുകൾക്ക് പ്രവേശനം നേടാവുന്നതാണ്. അതുപോലെ GNM ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്ഫെറി 3.5 വർഷമാണ്. ദെൻ DORA ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻ്റ്, ദെൻ ഡിപ്ലോമ ഇൻ അനസ്തേഷ്യ, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ റൂറൽ ഹെൽത്ത് കെയർ, അതുപോലെ DMRT ഡിപ്ലോമ ഇൻ മെഡിക്കൽ റെക്കോർഡ് ടെക്നോളജി, അതുപോലെ DNCA ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് കെയർ അസിസ്റ്റൻ്റ് 2 വർഷത്തെ കോഴ്സാണ് ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് കെയർ അസിസ്റ്റൻ്റ്. ദെൻ DMIT ഡിപ്ലോമ ഇൻ ഇമേജ് ടെക്നോളജി, ദെൻ ഡിഫൻസ് ആൻഡ് നേവി, ആർമി, എയർക്രാഫ്റ്റ്, ഡിഫൻസ് മേഖലകളിലെ നേവി, ആർമി, എയർക്രാഫ്റ്റ് ഇതൊക്കെ 3 വർഷത്തെ കോഴ്സുകളാണ്. ദെൻ BSc ബയോടെക്നോളജി, ദെൻ BSc ഇൻ ജിയോളജി, BSc ഇൻ സുവോളജി മേഖലകളിലെ നിരവധി BSc കോഴ്സുകൾ, ദെൻ BSc അക്വാകൾച്ചർ, ദെൻ BSc സുവോളജി ആൻഡ് അനിമൽ ബയോകെമിസ്ട്രി, ദെൻ BSc ഫുഡ് മേഖലകളിൽ BSc ഫുഡ് പ്രിസർവേഷൻ ആൻഡ് ടെക്നോളജി, ദെൻ BSc ഫുഡ് പ്രോസസ്സിംഗ്, ദെൻ ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് പ്രോസസ്സിംഗ് ടെക്നോളജി, അതുപോലെ നിരവധി ITI പോളിടെക്നിക് മേഖലകളിലേക്കൊക്കെ ഒരു സയൻസ് ഐച്ഛിക വിഷയമായി എടുത്ത ആളുകൾക്ക് തുടർ പഠനം നടത്താവുന്നതാണ്. ഇനി +2 കൊമേഴ്സ് എടുത്ത ആളുകൾക്ക് തുടർ പഠനം നടത്താവുന്ന വിവിധ മേഖലകളെക്കുറിച്ചാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സ് തന്നെയാണ് ഏറ്റവും മികച്ചതായിട്ടുള്ള CA അഥവാ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഇന്ത്യയിൽ തന്നെ മികച്ച ഒരു കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. 4.5 മുതൽ 5 വർഷം വരെയാണ് +2 കഴിഞ്ഞ ഒരാൾക്ക് CA പൂർത്തീകരിക്കാനുള്ള കാലയളവ്. ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് 3 വർഷം വരെ ആണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള. പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റും ഫൈനലും. ഇതിൽ ഫൗണ്ടേഷൻ അതുപോലെ ഇൻ്ററൊക്കെ പാസ്സാകുന്നതോടുകൂടി തന്നെ ഒരു ജോലി നേടാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. BComന് 50% മാർക്ക്, BCom എടുത്ത ആളുകൾക്ക് 50% മാർക്കാണ് ഇത് പാസ്സാവാൻ വേണ്ടത്. അതുപോലെ മറ്റു ഡിഗ്രി എടുത്ത ആളുകൾക്ക് 60% മാർക്കാണ് ഇതിൽ വേണ്ടത്. ഇതിനോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കോഴ്സുകളാണ് CMA കോഴ്സ്. CAക്ക് തത്തുല്യമായിട്ടുള്ള അക്കൗണ്ടിങ്, ടാക്സാക്ഷൻ ആൻഡ് കമ്പനി ലോ ഒക്കെയാണ്. CMA ഇന്ത്യ ആൻഡ് CMA US ഉണ്ട്. 12 പേപ്പറുകളാണ് ഇതിനുള്ളത്, ഇന്ത്യ CMAക്കുള്ളത്. CMA US 2 പേപ്പറേ ഉള്ളൂ.
അതുകൊണ്ട് തന്നെ 2 വർഷത്തെ കോഴ്സാണ്. 72% മാർക്കാണ് ഇതിന് വേണ്ടത്. അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി കോഴ്സുകൾ. കമ്പനി സെക്രട്ടറി കോഴ്സ് 3 ലെവൽ തന്നെയാണ്. അതിൽ ഫൗണ്ടേഷൻ, എക്സിക്യൂട്ടീവ് ആൻഡ് പ്രൊഫഷണൽ എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുക. കമ്പനി സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ജോലി അവസരങ്ങളുള്ള ഒന്നാണ്. 5 കോടിയിലധികം നിക്ഷേപമുള്ള കമ്പനികളിലൊക്കെ ഒരു കമ്പനി സെക്രട്ടറി ഉണ്ടാവണമെന്നത് നിർബന്ധപരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ACCA, ബ്രിട്ടീഷുകാരുടെ CA എന്നറിയപ്പെടുന്ന ACCA കോഴ്സ് അഥവാ സർട്ടിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. CM US-നേക്കാളും നല്ലതാണ് ഈ ACCA എന്ന്. CMA US-നേക്കാളും ഒക്കെ നല്ലത് ACCA കോഴ്സാണ് എന്ന് പറയാറുണ്ട്. 13 പേപ്പറുകളാണ്. BCom കഴിഞ്ഞാൽ 9 പേപ്പറുകളെ ഇതിനുണ്ടാവുകയുള്ളൂ. 2 വർഷമാണ്. ഒരു 2.5 ലക്ഷത്തിലധികം ഒക്കെ ഇതിൻ്റെ കോഴ്സ് പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ചെലവ് വരും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ LLB കോഴ്സുകൾക്ക്, ലോ കോഴ്സുകൾക്കൊക്കെ പോവാം. ലോ കോഴ്സുകളെ പ്രത്യേകത +2 കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ +2 കഴിഞ്ഞ ആളുകൾക്ക് 5 വർഷവും ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് 3 വർഷവുമൊക്കെയാണ് LLB കോഴ്സ്. അതുപോലെ തന്നെ വിവിധ ടാക്സാക്ഷൻ മേഖലകളിലേക്ക്, GST മേഖലകളിലേക്ക്, ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലകളിലേക്കൊക്കെ കൊമേഴ്സുകാർക്ക് തുടർ പഠനം നടത്താവുന്നതാണ്. അതുപോലെ BCom, BBA, അഡ്മിനിസ്ട്രേഷൻ, ആവിയേഷൻ, ലോജിസ്റ്റിക്, ഹോസ്പിറ്റാലിറ്റി, മാസ്റ്ററി ഇൻ ട്രേഡ് ടൂറിസം മേഖല, ദെൻ മാസ്റ്റർ ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾ, മാസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ദെൻ ബാങ്കിങ്, ഇൻഷുറൻസ്, ടാക്സാക്ഷൻ, പിന്നെ MBA ബാങ്കിങ് ഫിനാൻസ്, MCom ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഇൻഷുറൻസ് മേഖലകളിലൊക്കെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് കോഴ്സുകൾ എടുക്കുന്നതോട് കൂടിയിട്ട് തുടർ പഠനം നടത്താവുന്നതാണ്. ദെൻ ക്രൈസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റിസർച്ച് നടത്താനുള്ള സർട്ടിഫൈഡ് അനലൈസിസ് പ്രോഗ്രാമുകൾ. ദെൻ ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസിങ്, ദെൻ ഇൻ്റർനാഷണൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ റിസ്ക് മാനേജ്മെൻറ്റ്. ഇൻ്റർനാഷണൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ റിസ്ക്. ഇന്ന് വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലകളൊക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയൊക്കെ എടുക്കുന്നതോടുകൂടെ റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള തുടർ പഠനം നടത്തി നല്ല നല്ല ജോലികൾ നേടാവുന്നതാണ്. ദെൻ MFM മാസ്റ്റർ ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ മാസ്റ്റർ ഇൻ റീറ്റെയിൽ മാനേജ്മെൻറ്റ്, MBA പലതരത്തിലുള്ള മാസ്റ്റർ ഇൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, MHRD മാസ്റ്റർ ഡിഗ്രി ഇൻ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ്, MBS മാസ്റ്റർ ഇൻ ബിസിനസ് സ്റ്റഡി, MFM മാസ്റ്റർ ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, MBA IT ഇൻഫർമേഷൻ ടെക്നോളജി, MCA അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള നിരവധി അവസരങ്ങൾക്ക് പുറമെ BA കോഴ്സുകൾ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകൾ, അതുപോലെ BComമായി കണക്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ വിവിധ സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ, അതോടൊപ്പം തന്നെ BCom എടുത്ത ആളുകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പല സ്ഥാപനത്തിൻ്റെയും അക്കൗണ്ട്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ +2 ഹ്യൂമാനിറ്റീസ് എടുത്ത ആളുകൾക്കുള്ള വിവിധ അവസരങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഹ്യൂമാനിറ്റീസിൽ 30-ലധികം കോമ്പിനേഷനുകൾ വരുന്നുണ്ട്. അതിൽ ഓരോ കോമ്പിനേഷനുകളും തുടർ പഠനത്തിൻ്റെ വിവിധ സാധ്യതകളെ കുറിച്ച് നമുക്ക് ഒരു ബേസിക് കാര്യങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്.
ഇതിൽ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആളുകൾക്ക് വളരെ ഗ്ലാമറിക്കലായിട്ടുള്ള പോസ്റ്റുകളായിട്ടുള്ള IAS, IPS തുടങ്ങിയിട്ടുള്ള വിവിധ പ്രൊഫഷണലായിട്ടുള്ള കോഴ്സുകളിലേക്ക്, അതോടൊപ്പം തന്നെ ലോ മേഖലകളിലേക്ക് LLB, നേരത്തെ പറഞ്ഞു +2 കഴിഞ്ഞവർക്ക് 5 വർഷവും അതുപോലെ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് 3 വർഷവും ഒക്കെ ഉള്ള LLB കോഴ്സുകളിലേക്ക്, അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് കോഴ്സുകൾ, ദെൻ കോപ്പറേറ്റീവ് എക്സാമുകൾ, ജേർണലിസം, BA ഇംഗ്ലീഷ്, BA സൈക്കോളജി, ലിറ്ററേച്ചർ, ലാംഗ്വേജ് സ്റ്റഡി, ഡിഫെൻസീവ് സെക്ടർ, പോളിടെക്നിക്കൽ മേഖലകൾ, IT മേഖലകൾ, പലതരത്തിലുള്ള BA കോഴ്സുകൾ, BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് തുടങ്ങിയ നിരവധി മേഖലകളിലൂടെ ഹ്യൂമാനിറ്റീസ് എടുത്ത ആളുകൾക്ക് തുടർ പഠനം നടത്താവുന്നതാണ്. അതുപോലെ നിരവധി ജോലി അവസരങ്ങൾ നൽകുന്ന മറ്റൊരു കോഴ്സാണ് VHC. VHCയിൽ ഏകദേശം 35ഓളം കോമ്പിനേഷനുകളുണ്ട്. അഗ്രികൾച്ചറൽ, അഗ്രോ മെക്കാനിസം, ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്, മെഡിക്കൽ ലബോറട്ടറി, ഓഫീസ് സെക്രട്ടറി, ദെൻ ഓഡിറ്റിംഗ്, അങ്ങനെ നിരവധി കോഴ്സുകൾ VHC കഴിഞ്ഞ ആളുകൾക്ക് ലഭ്യമാണ്. അതിൽ 3 ഭാഗമായിട്ടാണ് VHC കോഴ്സുകളുള്ളത്. അതിലൊന്ന് പാർട്ട് 1 ഇംഗ്ലീഷ് എൻ്റർപ്രണറിയൽ പ്രോഗ്രാമുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എൻ്റർപ്രണർഷിപ്പ്. രണ്ടാമത്തെ ഭാഗം വരുന്നത് ഏത് കോഴ്സാണ്, നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ ആണോ, അഗ്രോ മെക്കാനിസം ആണോ, ഓട്ടോമൊബൈൽ ആണോ, മെഡിക്കൽ ലബോറട്ടറി ആണോ, ഓഫീസ് സെക്രട്ടറിഷിപ്പ് ആണോ, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ആണോ, ഇതിൽ ഏത് പാർട്ടാണോ എടുത്തത് എങ്കിൽ അതിൻ്റെ തിയറിയും അതിൻ്റെ പ്രാക്ടിക്കലും വരുന്ന ഭാഗമാണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. ഇനി തേർഡ് പാർട്ടിൽ വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഒക്കെ ഉൾപ്പെടുന്ന സയൻസ് മേഖല, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരുന്ന ഒന്ന്. പിന്നെ മൂന്നാമത്തേത് ബിസിനസ് സ്റ്റഡി, അക്കൗണ്ടൻസി, മാനേജ്മെൻറ്റ് വരുന്ന ഒരു ഭാഗം. ദെൻ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് വരുന്ന, ഇങ്ങനെ 4 പ്രധാന മേഖലകളാണുള്ളത്. അഥവാ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് മേഖലകളിൽ 4 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഇവ തിരഞ്ഞെടുക്കുന്നതോടുകൂടി നേരത്തെ നമ്മൾ പറഞ്ഞ സയൻസ് പഠിച്ച ആളുകൾക്ക് എത്തിപ്പെടാവുന്ന നിരവധി മേഖലകളിലേക്കും ഈ ഒരു VHC എടുക്കുന്നതോടുകൂടി പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, ഇവിടെ ഹ്യൂമാനിറ്റീസ് കോഴ്സ് ആധാരമാക്കി എടുത്ത ആളുകൾക്ക് അവിടെ ഹ്യൂമാനിറ്റീസുകാരന് ഹയർ സ്റ്റഡി നടത്താവുന്ന മേഖലകളിലൂടെയൊക്കെ കടന്നു പോകാം. അതുപോലെ ബിസിനസ് സ്റ്റഡി, അക്കൗണ്ടൻസി, മാനേജ്മെൻറ്റ് വരുന്ന കൊമേഴ്സ് സ്ട്രീം എടുത്ത ആളുകൾക്ക് കൊമേഴ്സുകാരന് ഹയർ സ്റ്റഡി നേടാവുന്ന മേഖലകളിലേക്കൊക്കെ കടന്നു പോകാം എന്നതിൻ്റെ അപ്പുറത്തേക്ക് പലതരത്തിലുള്ള അവസരങ്ങൾ, ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്, അതുപോലെ തന്നെ അപ്രൻറ്റിസ്ഷിപ്പ് ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ നേടുന്നതിലൂടെ പല സ്ഥാപനങ്ങളിലുള്ള ജോലി നേടാം. അതുപോലെ തന്നെ ഒരു തൊഴിൽ കൃത്യമായിട്ട് പഠിച്ച് അതിനെ ട്രെയിനിങ് നൽകിയിട്ട് പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതോട് കൂടിയിട്ട് അത്തരത്തിലുള്ള ജോലികളും, അതിൻ്റെ അപ്പുറത്തേക്ക് പലതരത്തിലുള്ള ലാബ് അസിസ്റ്റൻ്റ്, ഇൻസ്ട്രക്ടർമാർ തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ, പ്രത്യേകിച്ച് അഗ്രികൾച്ചറൽ മേഖലകളിലേക്കൊക്കെ അവിടുത്തെ ഓഫീസുകളിലും സെക്രട്ടറിയും കാര്യങ്ങളും ഒക്കെ ആവാനുള്ള, അതുപോലെ തന്നെ MLT പോലെയുള്ള കോഴ്സുകളിലേക്ക് അവർ +2 തലം പൂർത്തീകരിക്കുന്ന അഥവാ VHC പൂർത്തീകരിക്കുന്നതോട് കൂടിയിട്ട് തന്നെ എത്തിപ്പെടാവുന്ന നിരവധി അവസരങ്ങളൊക്കെ ഈ ഒരു VHC എടുക്കുന്നതോട് കൂടിയിട്ട് ലഭ്യമാകുമെന്നുള്ളത്. പിന്നെ VHC എടുക്കുന്നതിലെ ആകെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഹയർ സ്റ്റഡിക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു മാർക്ക് പരിഗണനയിൽ വരാതെ വരുന്നു എന്നുള്ളത് ഒരു പോയിന്റ് തന്നെയാണ്. അതിന് നിരവധി ഓപ്പർച്യൂണിറ്റികൾ മറുവശത്ത് ഉണ്ട് എന്നുള്ളതും, എല്ലാ സയൻസ് മേഖലകളിലും ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് മേഖലകളിലൊക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് എടുക്കാൻ പറ്റാവുന്ന എല്ലാ തരത്തിലുള്ള അവസരങ്ങളും VHC കഴിഞ്ഞ ആളുകൾക്കുമുണ്ട് എന്നതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതൽ സമയവും കൂടുതൽ പ്രാക്ടിക്കലും ഒക്കെ ലഭിക്കുന്നതിലൂടെ ഒരു പെർഫെക്ഷൻ വരുത്താനും VHC കോഴ്സുകളിലൂടെ സാധ്യമാകും എന്നുള്ളതൊക്കെ VHC കോഴ്സിൻ്റെ
പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പോൾ നമ്മൾ VHCയെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതേപോലെ ITI മേഖലകൾ പലതരത്തിലുള്ള പ്ലംബർ, അതുപോലെ തന്നെ വയറിങ്, ഡ്രാഫ്റ്റ്മാൻ, KGT പോലെയുള്ള ഒരുപാട് കോഴ്സുകൾ. അതുപോലെ SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്ന 2 പ്രധാനപ്പെട്ട കോഴ്സുകളാണ്. ഒന്ന് ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ്, മറ്റൊന്ന് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ്സ്. ഇത് രണ്ടിലും ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. വളരെയധികം ജോലി സാധ്യതയുള്ള 2 വർഷത്തെ ഒരു കോഴ്സാണ്. ഗവൺമെൻറ് ഫീ ആണ് ഇതിൽ, അതുകൊണ്ട് തന്നെ കോഴ്സ് ഫീ കുറവായിരിക്കും. കോഴ്സ് കഴിഞ്ഞാൽ താഴെ പറയുന്ന തസ്തികകളിൽ നിങ്ങൾ കാണുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ, സ്റ്റെനോ ടൈപ്പിസ്റ്റ്, LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക്, ടൈപ്പിസ്റ്റ് തുടങ്ങിയ മേഖലയിലൊക്കെ ജോലി ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസൊക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുക.